ഇറാനിൽ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ആരംഭിച്ചത് ഫെബ്രുവരി 28-നാണ്. ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തി 24-ാം ദിവസമാണ് ആശ്വാസമായി ട്രംപിന്റെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം എത്തിയത്. ഫെബ്രുവരി 28-ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ലയൺസ് റോർ എന്ന പേരിൽ ഇസ്രായേലും ഇറാനിൽ സംയുക്താക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. ഖമനേയി താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് ബങ്കർ ബസ്റ്റർ മിസൈലുകളടക്കം പ്രയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഖമനേയിയുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. വൈകാതെ ഇറാൻ പ്രത്യാക്രമണം തുടങ്ങി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇസ്രായേലിനു പുറമെ GCC രാജ്യങ്ങളിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. പിന്നാലെ മേഖലയിലെ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു. വിമാനത്താവളങ്ങൾ അടച്ചതോടെ 10,000-കണക്കിന് യാത്രക്കാർ പെരുവഴിയിലായി. മിസൈൽ ആക്രമണത്തിൽ മിനാബിലെ പ്രൈമറി സ്കൂൾ കെട്ടിടം തകർന്ന് 165 കുട്ടികൾ കൊല്ലപ്പെട്ടു. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ കപ്പൽ തകർന്ന് 87 നാവികർ മരിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് ജനറൽ അലി മുഹമ്മദ് നൈനിയും സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയും ഇറാൻ ബസിജ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു. അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായെത്തിയ മുസ്തബ ഖമനേയിക്കും മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റു. മാർച്ച് 17-ന് ഖത്തറുമായി ഇറാൻ പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ സൗത്ത് പാസിന് നേരെയുണ്ടായ ആക്രമണം യുദ്ധത്തിന്റെ ഗതി മാറ്റി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ക്രൂഡ് LNG നീക്കവും നിശ്ചലമായി. ഇതോടെ ആഗോളതലത്തിൽ ക്രൂഡ് വില കുതിച്ചുയർന്നു. ഓഹരി വിപണികളിലും കനത്ത നഷ്ടം നേരിട്ടു. സംസ്ഥാനത്തും പാചകവാതകക്ഷാമം രൂക്ഷമായി. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.